ഹായ് മക്കളെ, നമ്മുടെ +2 ബയോളജിയിലെ ഒരുപാട് സയന്റിസ്റ്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. സോ എല്ലാ സയന്റിസ്റ്റുകളും ഇവിടെ അസംബിൾ ആയാലോ. നമുക്ക് എല്ലാ സയന്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസും ഒരുമിച്ച് പഠിക്കാം. സോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എക്സാമിനുള്ള കുറെ ആൾക്കാർ ഇതിനകത്ത് ഒളിച്ചു കിടപ്പുണ്ട്, കണ്ടുപിടിച്ചെടുത്തോളൂ കേട്ടോ. സോ ഫസ്റ്റ് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷനിലെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്ന ആൾ തന്നെ, ദാറ്റ് ഈസ് ഗ്രിഗർ മെന്റൽ. സോ മെന്റൽ ആണ് നമ്മുടെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് കൊണ്ടുവരുന്നത്. എല്ലാ ലോസും, അതായത് പ്രധാനപ്പെട്ട നമ്മുടെ ലോ ഓഫ് ഡോമിനൻസ്, അഗ്രിഗേഷൻ ഒക്കെ കൊണ്ടുവരുന്നത് ആരാ? ഗ്രിഗർ മെന്റൽ ആണ്. പുള്ളിക്കാരന്റെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നും അറിയപ്പെടുന്നത്. നൗ അയാൾ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ആക്ച്വലി താന്നു പോയിരുന്നു. അതെല്ലാം പൊക്കി എടുത്തുകൊണ്ട് വന്നത്, റീഡിസ്കവറി ഓഫ് മെന്റലിയൻ പ്രിൻസിപ്പിൾസ് ചെയ്തത് നമ്മുടെ ഡി വ്രിസും കോറൻസും വോൺ ഷെർമാർക്കും കൂടി ചേർന്നിട്ടാണ്. സോ ദാറ്റ് ഈസ് മെന്റലിയൻ പ്രിൻസിപ്പിൾ ആക്ച്വലി. ഓക്കെ, സോ മെന്റലിയൻ പ്രിൻസിപ്പിൾ ആക്ച്വലി റീഡിസ്കവർ ചെയ്തത് ആരാണ്? ഡി വ്രിസും കോറൻസും വോൺ ഷെർമാർക്കും കൂടി ചേർന്നിട്ടാണ്. ഇനി ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അത് കൊണ്ടുവന്നത് വേറെ ആരുമല്ല, നമ്മുടെ സട്ടണും ബോവറിയും കൂടി ചേർന്നിട്ടാണ്. പക്ഷെ അവർക്കത് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. അത് പ്രൂവ് ചെയ്തത് നമ്മുടെ തോമസ് ഹണ്ട് മോർഗൻ അഥവാ TH മോർഗൻ ആണ്. പുള്ളിയാണ് ക്രോമസോമൽ തിയറി നമ്മുടെ ഡ്രോസോഫില, കായ് ഈച്ച എന്ന് പറയുന്ന ഫ്രൂട്ട് ഫ്ലൈസിനകത്ത് എന്ത് ചെയ്തത്, പുള്ളിക്കാരൻ പ്രൂവ് ചെയ്തെടുത്തത്. ഓക്കെ, സോ ദാറ്റ് ഈസ് proved by തോമസ് ഹണ്ട് മോർഗൻ proved chromosomal theory of inheritance. അയാളുടെ ഒരു നല്ല ശിഷ്യൻ ഉണ്ടായിരുന്നു. ആരാ അത്? യെസ്, അദ്ദേഹം ഈ ലിങ്കേജ് എന്ന ടേം ഒക്കെ കൊണ്ടുവരുന്നതും ഈ മോർഗനാണ് കേട്ടോ. സോ ലിങ്കേജ് എന്ന് പറയുന്ന ടേം ഒക്കെ. സോ അതുപോലെ തന്നെ ഇയാളുടെ ഒരു വലിയ പ്രധാനപ്പെട്ട ശിഷ്യനാണ് നമ്മുടെ ആൽഫ്രഡ് സ്റ്റുവർട്ട് വെന്റ്. പുള്ളിക്കാരനാണ് ജീൻ മാപ്പിംഗ് കൊണ്ടുവരുന്നത്. ഓക്കെ, ജീൻ മാപ്പിംഗ് കൊണ്ടുവരുന്നത് ആൽഫ്രഡ് സ്റ്റുവർട്ട് വെന്റ് ആണ്. ദെൻ ഹെൻകിങ്, കോഴി രാജാവ് എന്നൊക്കെ പറയല്ലേ. ഹെൻകിങ് ആണ് ഇത് കണ്ടുപിടിക്കുന്നത് എക്സ് ക്രോമസോമുകളെ. നമ്മുടെ ഗ്രാസ് ഹോപ്പറിന്റെ സ്പേമിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് പുള്ളിക്കാരൻ എക്സ് ക്രോമസോമിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. നൗ അടുത്തത് നമ്മുടെ ഏറ്റവും കൂടുതൽ സയന്റിസ്റ്റിന് വരുന്ന ചാപ്റ്റർ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. അവിടെ സയന്റിസ്റ്റുകളുടെ ഒരു മേളം തന്നെയുണ്ട് അല്ലെ, ഒരു പൂരം തന്നെയുണ്ട്. സോ അതിനകത്തുള്ള കുറെ ആൾക്കാരെ കുറിച്ച് പഠിക്കാം. ആദ്യം മെയ്ഷർ. നമുക്കറിയാം DNA പോലെയുള്ള സബ്സ്റ്റൻസ് ആദ്യമായിട്ട് കണ്ടെത്തുന്ന ഒരു നെഗറ്റീവ് ചാർജുള്ള വസ്തു ഉണ്ടെന്ന് ആദ്യമായിട്ട് കണ്ടെത്തിയത് മെയ്ഷർ ആണ്. പുള്ളിക്കാരൻ അതിന് കൊടുത്ത പേരാണ് ന്യൂക്ലീൻ. അതാണ് പിന്നെ DNA ആയിട്ട് നമ്മൾ ഡിസ്കവർ ചെയ്യുന്നത്. സോ ന്യൂക്ലീനെ കണ്ടെത്തിയത് മെയ്ഷർ ആണ്. ദെൻ ആ DNA ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ കണ്ടുപിടിച്ചത് നമ്മുടെ വാട്സണും ക്രിക്കും കൂടി ചേർന്നിട്ടാണ്. ഇതേ ക്രിക്കണ്ണാച്ചി തന്നെയാണ് ഏത് കണ്ടെത്തിയത്? സെൻട്രൽ ഡോഗ്മ. അപ്പൊ സെൻട്രൽ ഡോഗ്മ കണ്ടുപിടിച്ചതും ഇതേ ക്രിക്ക് തന്നെയാണ്, മറക്കണ്ട കേട്ടോ. ദെൻ ഈ DNA കുറിച്ചുള്ള ഒരു സെർച്ചിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് ഗ്രിഫിത്ത് നടത്തിയത്. ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, എലികളെ കൊന്നു കളിച്ച അത് തന്നെ. ആ എക്സ്പെരിമെന്റ് അതിനകത്ത് നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ഉപയോഗിച്ചിരുന്നു. സോ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിളിനെ കണ്ടെത്തിയത് വേറെ ആരുമല്ല, ഗ്രിഫിത്ത് ആണ്. പക്ഷെ അത് DNA ആണെന്ന് പുള്ളിക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചില്ല. അത് പ്രൂവ് ചെയ്തത് ആവ്രി, മെക്ലിയോഡ് ആൻഡ് മെക്കാർട്ടി എന്ന് പറയുന്ന 3 സയന്റിസ്റ്റുകളാണ് കൺഫോർമേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ആസ് DNA ചെയ്തത്. എന്നാൽ ഇക്യുവോക്കലി ലോകം മുഴുവൻ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്ത്, എന്ന് അംഗീകരിച്ചത് ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റിലൂടെയാണ് അല്ലെ. ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെന്റിലൂടെ. സോ അദ്ദേഹമാണ് DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ബാക്ടീരിയോഫേജുകളെ ഉപയോഗിച്ചുള്ള എക്സ്പെരിമെന്റിലൂടെ പ്രൂവ് ചെയ്തെടുത്തത്. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. വാട്സണും ക്രിക്കും കൂടി ചേർന്നിട്ടാണ് നമുക്ക് DNAക്ക് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ ഉള്ള സാധ്യതയുണ്ട് എന്ന പ്രപ്പോസൽ കൊണ്ടുവരുന്നത്. തെറ്റിക്കരുത്, വാട്സണും ക്രിക്കുമാണ് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷന്റെ സാധ്യത, അതായത് അങ്ങനെ ഒരു സംഭവം നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞത്. പക്ഷെ അത് പ്രൂവ് ചെയ്തത് മിസൽസൺ ആൻഡ് സ്റ്റാൾ ആണ്. അപ്പോൾ മിസൽസണും സ്റ്റാളുമാണ് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ പ്രൂവ് ചെയ്തത്. നിങ്ങൾക്കറിയാം, നൈട്രജൻ 14, 15 ഐസോടോപ്പുകൾ ഉപയോഗിച്ച് ഈക്വലൈ ബാക്ടീരിയൽ അത് പ്രൂവ് ചെയ്തത് മിസൽസൺ ആൻഡ് സ്റ്റാൾ ആണ്. പക്ഷെ അത് പ്രപ്പോസ് ചെയ്തത് വാട്സണും ക്രിക്കും ആണ്. നമ്മുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ കൊണ്ടുവന്ന അതേ വാട്സണും ക്രിക്കും ആണ് DNA ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത്. തെറ്റില്ലല്ലോ. നെക്സ്റ്റ് ജോർജ് ഗാമോ, നമ്മുടെ ജനറ്റിക് കോഡ് ലാംഗ്വേജ്. ആ ജനറ്റിക് കോഡ് കൊണ്ടുവരുന്നത് ജോർജ് ഗാമോ ആണ്. അതിനകത്ത് ഹർഗോബിന്ദ് ഖൊറാനയുടെ ഒക്കെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. നൗ ലാക് ഓപ്പറോൺ എന്ന് പറയുന്ന ലാക്ടോസ് ഡൈജസ്റ്റിംഗ് ഓപ്പറോൺ അത് കണ്ടെത്തിയത് ജേക്കബും മൊണോഡും കൂടി ചേർന്നിട്ടാണ്. ദെൻ നമ്മുടെ DNA ഫിംഗർ പ്രിന്റിംഗ് അത് കൊണ്ടുവരുന്നത് അലക് ജെഫ്രി. ഓക്കെ, നൗ നമ്മുടെ മറ്റ് സയന്റിസ്റ്റുകളുടെ നെയിംസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യം ലൂയിസ് പാസ്റ്റർ ആണ് ഒരു ജീവൻ എപ്പോഴും ജീവനുള്ള ജീവിയിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ, എ ലൈഫ് ഈസ് ഫോംഡ് ഫ്രം എ പ്രീ എക്സിസ്റ്റിംഗ് ലൈഫ് എന്ന് പ്രൂവ് ചെയ്തത് ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ, അബയോജെനസിസ് തിയറിയൊക്കെ ഡിസ്പ്രൂവ് ചെയ്തതും ലൂയിസ് പാസ്റ്റർ ആണ്. ദെൻ ഒപ്പാരൻ ആൻഡ് ഹാൾഡെയ്ൻ ആണ് കെമിക്കൽ എവല്യൂഷൻ ഓഫ് ലൈഫ് കൊണ്ടുവരുന്നത്. പക്ഷെ അത് പ്രൂവ് ചെയ്തത് മില്ലേഴ്സ് എക്സ്പെരിമെന്റിലൂടെ. Now, ചാൾസ് ഡാർവിൻ ആണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അതുപോലെ എംബ്രിയോളജിക്കൽ എവിഡൻസുകൾ എല്ലാം കൊണ്ടുവരുന്നത് ഏണസ്റ്റ് ഹക്കൽ ആണ്.
അത് ഏണസ്റ്റ് വോൺ ബെയർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പ്രൂവും ചെയ്യുന്നുണ്ട്. Now, യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി. അത് കൊണ്ടുവരുന്നത് ലാമാർക്കാണ്. മറ്റേ ജിറാഫിന്റെ പൊക്കം കൂടുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്, കഴുത്തിന്റെ പൊക്കം കൂടുന്നതൊക്കെ യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറിയിൽ വരുന്നതാണ്. മ്യൂട്ടേഷൻ തിയറി ഏകദേശം നമ്മുടെ ചാൾസ് ഡാർവിന്റെ തിയറിയോട് ഏകദേശം ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് മ്യൂട്ടേഷൻ തിയറി. അത് കൊണ്ടുവരുന്നതാണ് ഹ്യൂഗോ ഡീവ്രിസ് ആണ് മ്യൂട്ടേഷൻ തിയറി കൊണ്ടുവരുന്നത്. ദെൻ നമ്മുടെ ബയോടെക്നോളജിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് PCR, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അത് കണ്ടെത്തിയത് കാരി മുള്ളിസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. ആദ്യത്തെ റീകോമിനന്റ് DNA കണ്ടുപിടിച്ചത് കൊഹനും ബോയറും കൂടി ചേർന്നിട്ടാണ്. ദെൻ ബയോഡൈവേഴ്സിറ്റി എന്ന വാക്ക് ഏറ്റവും കൂടുതൽ പോപ്പുലറൈസ് ചെയ്ത ഒരു സോഷ്യോ ബയോളജിസ്റ്റ് ആയിട്ടുള്ള എഡ്വേർഡ് വിൽസൺ ആണ്. മറക്കണ്ട, പേര് കണ്ടുപിടിച്ചത് പുള്ളിയല്ല, പക്ഷെ പോപ്പുലറൈസ് ചെയ്ത ആള് എഡ്വേർഡ് വിൽസൺ ആണ്. അതുകൊണ്ട് തന്നെ ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്നും പുള്ളിക്കാരൻ അറിയപ്പെടുന്നുണ്ട്. ഇനി അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറയുന്ന ആളാണ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത്. അതായത് എക്സ്പ്ലോർഡ് ഏരിയ കൂടുന്നതനുസരിച്ച് സ്പീഷീസ് റിച്ച്നെസ്സും ഇൻക്രീസ് ആകും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. ഇനി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇൻഡയറക്റ്റ് ബന്ധമുള്ള ഒരു ഹൈപ്പോത്തിസ് ആണ് റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ്. അത് കൊണ്ടുവരുന്ന പോൾ എൻറിച്ച് ആണ്. അതായത് ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്ന തിയറി ഒന്നും അല്ല അത്, പക്ഷേ അത് എല്ലായിടും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ ബയോഡൈവേഴ്സിറ്റിയിലും ഈ റിവറ്റ് പോപ്പർ ഹൈപ്പോത്തിസിസ് ആപ്ലിക്കബിൾ ആണ്. പോൾ എൽറിച്ച് ആണ് ആ തിയറി കൊണ്ടുവരുന്നത്. ദെൻ എക്കോളജി എന്ന വാക്ക് കോയിൻ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് ഏണസ്റ്റ് ഹെക്കൽ ആണ്. സോ മക്കളെ, ഇത്രയും സയന്റിസ്റ്റുകളാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സയന്റിസ്റ്റുകളാണ് നമ്മുടെ ബയോളജിയിൽ പഠിക്കാനുള്ളത്. ഓൾമോസ്റ്റ് എല്ലാവരും ഈ ഒരു ഇതിനകത്ത് അസംബിൾ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ആബ്സെന്റ് ആണെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയും ആൾക്കാർ നിങ്ങൾ പഠിച്ചിട്ട് പോകൂ. ഇതിൽ നിന്ന് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാകുക. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.